Good morning, everyone. Today I'll be taking you through the topic power factor. So, in this lecture, I'll be covering the following, or at the end of the lecture, you'll be able to answer the following questions like draw the phasor diagram of R, L, C, RL, and RC loads with alternating current supply or AC supply. Then you'll be able to describe the behavior of an AC circuit with pure resistive, inductive, and capacitive loads, that is R, L, and C loads. Then you will be able to draw the voltage, current, and power waveforms for R, L, C, then series RL and RC loads with sinusoidal AC supply, and then average power in an AC circuit with pure R, L, and C loads can be obtained, or then average power in AC circuit with RL and series RL and RC loads. Then finally, you'll be able to define power factor, and also you'll be able to give a general expression for power factor in AC circuits. Okay, so ഈ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലെക്ചറിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. പവർ ഫാക്ടർ എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം. പവർ ഫാക്ടറിന്റെ ഡെഫിനിഷൻ, എങ്ങനെ പവർ ഫാക്ടർ വന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് വന്ന വഴികളും കൂടിയാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. We'll start with pure resistive, inductive, and capacitive loads. Then we'll move on to series RL, RC loads. Then finally, we'll arrive at a definition for power factor, or what is the need for power factor. And finally, we'll arrive a general or derive a general expression for power factor in AC circuits. Okay. So first, we'll discuss about AC through pure resistive, inductive, and capacitive circuits. അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക്സ് കാര്യങ്ങളാണ്. അതായത് ബേസിക് ഇലക്ട്രിക്കലിൽ അല്ലെങ്കിൽ സർക്യൂട്ട് തിയറിയിൽ പഠിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ കാര്യങ്ങൾ തന്നെയാണ് ആദ്യം പറയുന്നത്. പവർ ഫാക്ടർ ആണ് ഡെഫിനിഷൻ ഉണ്ടാക്കുന്നതും അതിനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എങ്കിലും നമുക്ക് ബേസിക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കാര്യമുള്ളൂ. അപ്പൊ എന്തായിരുന്നു പ്യുവർ റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ് സർക്യൂട്ട്സിലെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റ് ഞാൻ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടും പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടും പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടും ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ആസ് യു ക്യാൻ സി, എല്ലാ കേസിലും നമ്മളൊരു എന്താ പറയാ കോമൺ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് കൊടുക്കുന്നത്. ഓർ സേ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് V is equal to Vm sin ഒമേഗ ടി. ഇതാണ് നമ്മളുടെ കോമൺ വോൾട്ടേജ്, ആൻഡ് വി ആർ ടേക്കിംഗ് ദിസ് ആസ് റെഫറൻസ്. ഈ ഒരു വോൾട്ടേജിനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് വോൾട്ടേജ് ഈസ് ടേക്കൺ ആസ് റെഫറൻസ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ കാണാം എല്ലാ കേസിലും നമ്മളുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് Vm sin omega t ആണ്, Vm sin omega t ആണ്, Vm sin omega t ആണ്. And we are connected it across pure resistive, pure inductive, and pure capacitive loads. ഇപ്പോൾ ഈ മൂന്ന് കേസുകളിലെ അനാലിസിസ് ആണ് ബേസിക്കലി വരുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു റിലേഷൻ ആണ് മെയിൻ ആയിട്ട് ഡിറൈവ് ചെയ്യുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് എന്താ, ഈ V എന്ന് പറഞ്ഞ വോൾട്ടേജും പിന്നെ ഈ സർക്യൂട്ടിൽ കൂടെ ഉള്ള കറണ്ടും sorry, one second. സോ V എന്ന് പറഞ്ഞ വോൾട്ടേജ് ആൻഡ് കറണ്ട്, I എന്ന് പറഞ്ഞ കറണ്ട്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂസിനാണ് നമ്മൾ സ്മോൾ ലെറ്റർ വിയും സ്മോൾ ലെറ്റർ ഐയും വെച്ച് റെപ്രസെന്റ് ചെയ്യുക. RMS വാല്യൂ ആണ് പറയുന്നതെങ്കിൽ, ഫേസർ ആയിട്ടാണ് പറയുന്നതെങ്കിൽ ക്യാപിറ്റൽ V ആൻഡ് ക്യാപിറ്റൽ I ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിക്കാണ് ഇതിൽ കാണിച്ചിട്ടുള്ള കറണ്ട് I എന്ന് പറഞ്ഞിട്ട്. അപ്പോ എന്താണ് ഇവര് തമ്മിലുള്ള ഫേസർ റിലേഷൻ എന്നുള്ളതും, ആൻഡ് പിന്നെ അവിടെ നമുക്ക് വേണ്ടത് പവർ ആണ്. ഓരോ സർക്യൂട്ടിലെയും പവർ ഡിസിപ്പേറ്റഡ്. അപ്പൊ ഈ പവർ എന്ന് പറയുന്നത് തന്നെ ആവറേജ് പവറിനെ കുറിച്ചാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഓവർ എ സൈക്കിൾ. ഓക്കെ, സോ അപ്പൊ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഞാൻ അതിന്റെ അനാലിസിസിലേക്ക് പോകുന്നില്ല. ബേസിക് സിമ്പിൾ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. ഫോർ ദ കേസ് ഓഫ് റെസിസ്റ്റീവ് ലോഡ് നമുക്കറിയാം, റെസിസ്റ്റൻസിന്റെ കേസ് ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ I ഈസ് ഈക്വൽ ടു V by R എന്നുള്ള റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ആ കേസിലാണെങ്കിൽ വിൽ ഒബ്റ്റെയിൻ I as Im sin omega t. അതിന്റെ ഡെറിവേഷൻ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, ബിക്കോസ് യു ഓൾറെഡി നോ. So I is equal to Im sin omega t, will be obtaining the relation. And in the case of an inductive load, if the load is inductive, then so ഇതിപ്പോ ആദ്യം പറഞ്ഞത് പ്യുവർ റെസിസ്റ്റൻസിന്റെ കേസ് ആണ്. നൗ വിൽ ഡിസ്കസ് അബൌട്ട് പ്യുവർ ഇൻഡക്ടൻസ്, ദെൻ പ്യുവർ കപ്പാസിറ്റൻസ്. സോ രണ്ടാമത്തെ കേസിൽ നമുക്കറിയാം എന്താ പറയാ, V is equal to
VL is equal to L di by dt. ഈ ഒരു റിലേഷൻ എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കും. ഈ dt നെ ഇങ്ങോട്ട് കൊണ്ടുപോകും, L ഇങ്ങോട്ട് എടുത്ത് 1/L വരും. di ഇതിൽ നിന്ന് ഒപ്റ്റൈൻ ചെയ്യും ആൻഡ് വി ക്യാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ കിട്ടും. അപ്പൊ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഫൈനലി കിട്ടുന്ന എക്സ്പ്രഷൻ മാത്രമേ ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ. സോ യു വിൽ ഒപ്റ്റൈൻ ഇറ്റ് ആസ് I is equal to Im sin omega t minus pi by 2 or minus 90. ആ രീതിക്കാണ് നമുക്ക് ഇവിടെ എക്സ്പ്രഷൻ കിട്ടാൻ പോകുന്നത്. ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അത് പ്യുവർ ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസിൽ. അതേപോലെ തന്നെ പ്യുവർ കപ്പാസിറ്റീവ് ലോഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ പറയാ, ചാർജിന്റെ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. Q അപ്പൊ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I is equal to ഡെറിവേഷൻ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. I is equal to Im sin omega t plus pi by 2 plus 90 എന്നുള്ള രീതിക്കാണ് നമുക്ക് കിട്ടുക. അപ്പൊ മൂന്ന് കേസുകളിലെയും എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടും കറണ്ടിന്റെ. സോ ഇത് വെച്ചിട്ട് നമുക്ക് റിലേഷൻ പറയാം. ബിക്കോസ് ഓൾവേസ് വി ഹാവ് V is equal to Vm sin omega t. So by comparing the equations or current expressions, we can say that in the case of a pure resistive load, as you can see, in the case of a pure resistive load, V is equal to Vm sin omega t and I is again Im sin omega t. So you can see that both voltage and current are in phase. So there is a in phase relation between voltage and current. And in the case of a pure inductive load, you can see that I is equal to Im sin omega t minus pi by 2. So there is a pi by 2 difference between voltage and current, or you can simply say that as we are taking V as reference, the current in an purely inductive circuit lags the voltage by an angle pi by 2. So 90 degree പിന്നിലാണ് current voltage ന്റെ വരുന്നത്. ഏത് കേസിൽ? Pure inductive load ന്റെ കേസിൽ. And now when you come to pure capacitive load, the expression obtained is I is equal to Im sin omega t plus pi by 2. That means there is a 90 degree phase difference, but here the current is leading the voltage. Okay, so current is leading the voltage. അപ്പോൾ മൂന്ന് കേസിൽ നമുക്കുള്ള കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. In the case of pure resistance, the voltage and current are in phase. They are in phase. ഒരുമിച്ചാണ് അവർ പോകുന്നത്. But ഇവിടെ രണ്ടിലും, ഇൻഡക്ടർ ആയാലും കപ്പാസിറ്റർ ആയാലും, there is a phase difference. And it is pure ഇൻഡക്ടറും പ്യൂർ കപ്പാസിറ്ററിന്റെ കേസുമാണ് നമ്മൾ പറയുന്നത്. And it is pi by 2. Okay. So, and I'll change the ink. Okay, it is. സോ ഈ കേസിലാണെങ്കിൽ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ വോൾട്ടേജ് ഇത് വരച്ചു കഴിഞ്ഞാൽ കറണ്ടും ഇൻ ഫേസ് ആയിട്ട് ഇങ്ങനെ വരും. ഈ കേസിലാണെങ്കിൽ നമ്മളിവിടെ വോൾട്ടേജ് റെഫറൻസ് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ കറണ്ട് എന്താണ്? 90 ഡിഗ്രി ലാഗിങ് ആണ്. സോ I എന്ന് പറയുന്നത് 90 ഡിഗ്രി ലാഗിങ്ങിലായിട്ടാണ് വരിക. ദിസ് വിൽ ബി 90. ആൻഡ് ഇൻ ദിസ് കേസ് കപ്പാസിറ്റൻസിന്റെ കേസിലാണ് നമുക്ക് കിട്ടിയത് വോൾട്ടേജിനെ 90 ഡിഗ്രി ലീഡിങ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ തന്നെ ഇതേപോലെ ഇതിനൊപ്പം നമുക്ക് എന്തുകൂടി വരയ്ക്കാവുന്നതാണ്, വേവ് ഫോം വരയ്ക്കാവുന്നതാണ്. V equal to Vm sin omega t ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളതെങ്കിൽ ബേസിക് വേവ് എന്ന് പറയുന്നത് സൈൻ വേവ് ആണ്. അപ്പൊ ഇതിനെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ബാക്കിയെല്ലാം സൈൻ വേവ് ആണ്, പക്ഷെ എന്താ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഒരു കേസിൽ ഇൻ ഫേസ് ആണ്. അപ്പൊ ആ രീതിക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പൊ അത് ഞാൻ താഴെ കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ റെസിസ്റ്റൻസിന്റെ കേസ് ആണ്. സോ പ്യുവർ റെസിസ്റ്റന്റ് കേസിൽ നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഏതാ പറയാ ഈ ബ്ലൂ ലൈൻ, ഈ ഉള്ളിൽ കാണുന്ന ബ്ലൂ ലൈൻ ആണ് നമ്മളുടെ ഇവിടുത്തെ എന്ത് വോൾട്ടേജ്. ഓക്കെ, സോ വോൾട്ടേജ് Vm sin omega t അതാണ്. ഇനി ഇവിടെ കറണ്ട് I എന്ന് പറഞ്ഞാൽ Im sin omega t ആണ്. അപ്പൊ ഇൻ ഫേസ് ആണ്, പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കുറച്ച് കാണിച്ചിട്ടുണ്ട്. അതാണ് ഈ റെഡ് വേവ് ഫോം വരുന്നത്. അപ്പൊ രണ്ടുപേരും ഇൻ ഫേസ് ആണ്. ആ ഫേസറും കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്, Vm Im. അത് ഞാൻ ഇവിടെ വരച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് Vm Im കൊടുത്തു മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്കിവിടെ വേണ്ടത് പവർ ആണ്. ഇൻസ്റ്റന്റേനിയസ് പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം the power expression for power is what instantaneous power എന്നുള്ള എക്സ്പ്രഷൻ ആണെങ്കിൽ P is equal to or PI, P instantaneous ഞാൻ മീൻ ചെയ്ത is equal to simply V into I. VI ആണ്, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. അപ്പൊ ആ വേവ് ഫോം ആണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വയലറ്റ് കളറിൽ നമുക്ക് കാണാം അവിടെ. അപ്പൊ അത് ജസ്റ്റ് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കറിയാം എന്താ പോസിറ്റീവ് വോൾട്ടേജ് ആൻഡ് പോസിറ്റീവ് കറണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവേ കിട്ടുള്ളൂ. അപ്പൊ അതാണ് ഈ കാണുന്ന പീക്ക്. ഇവിടെ വരുമ്പോൾ വീണ്ടും വോൾട്ടേജും നെഗറ്റീവ് ആണ്, കറണ്ടും നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് വരും. സോ ദിസ് ഈസ് ദ പവർ വേവ് ഫോം. പക്ഷേ നമുക്ക് ഇവിടെ വേണ്ടത് ആവറേജ് പവർ ആണ് വേണ്ടത്. ആവറേജ് പവർ ഓവർ വൺ സൈക്കിൾ ആണ്. ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിന്റെ ആവറേജ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കും. അതാണ് റെസിസ്റ്റൻസിൽ നിന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം. വി ആർ
finding the average power. ഇതേപോലെ തന്നെ അടുത്ത കേസുകൾ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇൻഡക്റ്റീവ് ആണ്, അപ്പോൾ വോൾട്ടേജ് നമ്മൾ സാധാരണ പോലത്തെ അതേ വേവ് തന്നെയായിരിക്കും, കാരണം it is Vm sin omega t. Then in this case the red wave, which is a current wave, will be lagging, so it will start only after pi by 2. So again it is a sine wave, but it is starting after pi by 2. So this is pi by 2, and it will go like this. Okay, so in this case, if you find the instantaneous power for this particular region, that is from 0 to pi by 2, 0 to pi by 2, and the voltage is positive, but the current here is negative, so the product you will obtain it as negative. So ഇങ്ങനെയാണ് പവറിന്റെ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ എക്സ്പ്രഷൻ വരിക. ആൻഡ് ഇൻ ദിസ് റീജിയൻ, ദാറ്റ് ഈസ് ഫ്രം pi by 2 to pi, the voltage and current both are positive, so you'll get a positive wave like this. Then again, if you repeat, this is positive and negative, so negative, again negative and negative, positive. So the waveform, instantaneous power waveform is something like this, which has a frequency which is double ആണ്. കാരണം എന്താണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം, വോൾട്ടേജ് വേവ് ഫോം ഒരെണ്ണം വന്ന സമയത്ത് പവർ ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട്. സോ ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട്, രണ്ട് സൈക്കിൾസ് വന്നിട്ടുള്ളത് കൊണ്ട്. എനിവേ, ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് പവർ ആണ് വേണ്ടത്. യു ക്യാൻ സീ ദാറ്റ് there is a negative portion and equal positive portion, then again negative portion, equal positive portion. അപ്പോൾ ഇവിടെ ആവറേജ് എടുത്ത് എന്ത് സംഭവിക്കും? You will get the average power as 0. അതാണ് ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അഗൈൻ വോൾട്ടേജും കറണ്ടും നമ്മൾ ഫേസർ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചാണ്, സെയിം തന്നെയാണ്. ഇതേപോലെ നമ്മളിപ്പോ ഒരു കപ്പാസിറ്ററിന്റെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ we know that what ലീഡിംഗ് ആണ്. അപ്പൊ ആ രീതിക്ക് 90 ഡിഗ്രി മുന്നേ വരത്തക്ക രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ കറണ്ടിന്റെ വേവ് ഫോം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കേസിൽ ഇതേപോലെ തന്നെയാണ് വരിക. പവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആയിട്ട് വരും. ഇവിടെ നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ അപ്പുറത്ത് പോസിറ്റീവ് വരും. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഇതിന്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പോസിറ്റീവും നെഗറ്റീവും ക്യാൻസൽ ആവും. Positive and negative will cancel, and finally you will get the average power as 0. Okay, this is the case of pure inductance and pure capacitance. So only in pure resistance case you have a average power. ഇവിടെ ഞാൻ ഈ green line കാണിച്ചിട്ടുള്ളത് average power ആണ്, but in the second and third case you will get it as 0. കാരണം ഇവിടെ വരിക x axis ൽ തന്നെയാണ് വരിക. So I have wrote it down. So the average power in the first case you will obtain the expression as, if you derive or obtain the expression as average power is equal to V into I, where V is the RMS value of voltage and capital I is the RMS value of current. But in the case of pure inductance and pure capacitance, average power is 0. So that is a basic thing. Okay, so പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ അതിൽ നിന്ന് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത്രേ വരുന്നുള്ളൂ. സോറി, നമ്മൾ അവിടുന്ന് നോട്ട് ചെയ്ത കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഞാൻ വേഗം പറയാം. നമ്മൾ പറഞ്ഞത് പ്യുവർ റെസിസ്റ്റൻസ്, പ്യുവർ ഇൻഡക്റ്റൻസ് ആൻഡ് പ്യുവർ കപ്പാസിറ്റൻസ് ആണ്. സോ പ്യുവർ റെസിസ്റ്റൻസിന്റെ കേസിൽ വി ആൻഡ് ഐ ഇൻ ഫേസ് ആണ്. വി ആൻഡ് ഐ ആർ ഇൻ ഫേസ്. ഇൻഡക്റ്റൻസിന്റെ കേസിലാണെങ്കിൽ ഐ ലാഗ് വി ബൈ pi by 2 or 90 degree, and in this case I current lead the voltage by pi by 2, again pi by 2. Okay, and average power നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആവറേജ് പവർ ഓരോ കേസിലും പറയുകയാണെങ്കിൽ, ഫസ്റ്റ് കേസിലാണെങ്കിൽ it is V into I, there is an average power, and in this case it is 0, and again in this case also it is 0. Okay, ഇതാണ് ഇവിടുന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ. ഇനി നമ്മൾ RL ലേക്കും RC ലേക്കും പോവാണ്. സോ AC through series RL and series RC circuits ആണ്. I have not mentioned it as series, but it is series. Okay, so series RL and RC. So what happens with series RL and RC? So series RL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a combination of R and L connected in series with the same source V is equal to Vm sin omega t, and then if you plot the waveforms or if you obtain the relations, അവിടുത്തെ കേസിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? നമുക്കറിയാം ആറിന്റെ കേസിലാണെങ്കിൽ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ആണ് ഞാൻ കാണിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് 0, but L-ന്റെ കേസിലാണെങ്കിൽ it is 90 or pi by 2. So if you have a combination of these two, then the range of theta will be from 0 to pi by 2. So ഇതിന്റെ ഇടയിൽ ഒരു ആംഗിൾ ആയിരിക്കും, and this value will depend on the value of inductance. L-ന്റെ വാല്യൂവിന് അനുസരിച്ചായിരിക്കും ഇത് വരിക. Anyway, the
current will lag behind voltage by an angle theta which is between 0 and pi by 2. Okay. അപ്പോൾ ആ കേസിൽ അങ്ങനെ വരുന്നു. ഇതേപോലെ തന്നെ നമ്മൾ അപ്പോൾ ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് നമ്മൾ പ്ലോട്ട് ചെയ്ത് ഇൻസ്റ്റന്റേനിയസ് പവറുകൾ അവിടെ പവർ കാണിച്ചിട്ടുണ്ട്. നേരത്തെ അതേപോലെ തന്നെ വയലറ്റ് ആണ് പവർ, വോൾട്ടേജ് നമ്മുടെ ബ്ലൂവും റെഡും ആണ് കറണ്ട്. അപ്പൊ ഇതോടെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് പവർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നെഗറ്റീവ് പോർഷൻ. പോസിറ്റീവ് പോർഷൻ കുറച്ച് വലുതാണ്. അഗൈൻ നെഗറ്റീവ് പോർഷൻ ചെറുതാണ്, പോസിറ്റീവ് പോർഷൻ വലുതാണ്. സോ ഇഫ് യു ടേക്ക് ദ ആവറേജ് ദീസ് തിങ്സ് വിൽ നോട്ട് ക്യാൻസൽ ഔട്ട്. ദാറ്റ് മീൻസ് ദ നെഗറ്റീവ് പോർഷൻ ഈസ് നോട്ട് ഈക്വൽ ടു ദ പോസിറ്റീവ് പോർഷൻ and in the second cycle also it is not equal. So ഇവിടെ ഒരു average value ഉണ്ടാവും. So there will be an average power which is represented as P average. And then again in the case of RC circuit, again the as you see the pure resist in the case of pure resistance we have the angle theta as 0, and in the case of capacitance we know that it is pi by 2 but leading. So similarly here again the angle will be theta will be between 0 and pi by 2 leading. In the previous case it was lagging. So inductor കേസിലാണെങ്കിൽ lagging ആയിരിക്കും, ഈ കേസിലാണെങ്കിൽ leading ആയിട്ട് വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. So as you can see from the diagram the current is leading here. Okay, so ആ രീതിക്ക് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്തു. അതിന്റെ ആവറേജ് പവർ എടുത്തു കഴിഞ്ഞാൽ അഗൈൻ ഈ ഇത് തന്നെയാണ് കാണുന്നത്. പോസിറ്റീവ് പീക്ക് കൂടുതലാണ്, നെഗറ്റീവ് പീക്ക് കുറവാണ്. പോസിറ്റീവ് കൂടുതലാണ്, നെഗറ്റീവ് കുറവാണ്. സോ അഗൈൻ യു വിൽ ഗെറ്റ് ആൻ ആവറേജ് പവർ പി ആവറേജ്. ഓക്കെ, അപ്പൊ അതിലും പി ആവറേജ് എക്സ്പ്രഷൻ വന്നു. അപ്പൊ ഇതിൽ നിന്നും രണ്ട് കഴിഞ്ഞ കേസും ഈ കേസും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പ്യുവർ റെസിസ്റ്റർ ആണെങ്കിൽ ആവറേജ് പവർ പ്യുവർ റെസിസ്റ്റർ ആണെങ്കിൽ പി ആവറേജിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. It is V into I, capital V into I. Pure inductor ആണെങ്കിൽ it is 0. Pure capacitor ആണെങ്കിൽ it is 0. But ഈ രണ്ട് കേസുകളും that is RL then RC, there will be some power and that thing is found to be equal to VI cos theta. ഇതിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആവറേജ് പവർ ആസ് VI cos theta എന്നാണ് കിട്ടുന്നത്. ഓക്കെ, where theta is the angle between voltage and current. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന ഒരു കാര്യം, പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം യൂസ്ഫുൾ ആയിട്ടുള്ള പവർ ഒന്നും കിട്ടുന്നില്ല, പ്യുവർ കപ്പാസിറ്റിയും കിട്ടുന്നില്ല. പക്ഷെ മാക്സിമം പവർ എവിടെ കിട്ടുന്നത് VI ആണ്, ആൻഡ് ദാറ്റ് is obtained with resistive, pure resistive load. So RL or RC ഒക്കെ ആണെങ്കിൽ നമുക്ക് VI cos theta ആണ്, but we know that cos theta varies from 0 to 1. So anyway it will be less than VI. Okay, ഇതാണ് നമ്മൾക്ക് ഇവിടുന്ന് കിട്ടിയ ഒബ്സർവേഷൻ. So the average power is maximum for a pure resistive load, and there is actually a need to measure the degree to which a given load matches that of pure resistance. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് we want our loads to be purely resistive ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം in purely resistive കേസിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, പി ആവറേജ് ഈക്വൽ ടു പി ആവറേജ് മാക്സിമം ദാറ്റ് ഈസ് ഈക്വൽ ടു VI കിട്ടുള്ളൂ. പക്ഷെ നമ്മളെ ലോഡുകൾ ഒരിക്കലും എന്താവണമെന്നില്ല, പ്യുവർ റെസിസ്റ്റീവ് ആവണമെന്നില്ല. അപ്പൊ നമ്മൾ നമ്മളുടെ ലോഡിന്റെ സ്വഭാവം അല്ലെങ്കിൽ അത് എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം പ്യുവർ റെസിസ്റ്റൻസിനോട് അടുത്തിരിക്കുന്നതാണ് എന്ന് മെഷർ ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ആൻഡ് ഇൻ ദാറ്റ് കേസ് വി ഹാവ് ദ പവർ ഫാക്ടർ. അവിടെയാണ് നമ്മളുടെ ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിന്റെ യൂസ് വരുന്നത്, അല്ലെങ്കിൽ പവർ ഫാക്ടർ പിക്ചറിൽ വരുന്നത്. So basically the expression for power factor can be written as power factor. I'm writing it as PF. PF is equal to P load divided by PR. ഇതില് എന്താണ് P load, PR എന്ന് വെച്ച് കഴിഞ്ഞാൽ P load is the average power of the given load, load. So the load that we are having, and then again this PR is the average power of an equivalent resistive load, R load. Okay, അതായത് നമ്മൾ പറഞ്ഞു പ്യുവർലി റെസിസ്റ്റീവ് ആണ് നമ്മൾ ഐഡിയൽ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ പ്യുവർ റെസിസ്റ്റീവിന്റെ ഈ നമ്മൾ കയ്യിൽ ഒരു ലോഡ് ഉണ്ടാവും, ആ ലോഡിന്റെ ആവറേജ് പവർ ആണ് പി ലോഡ് എന്ന് വിളിക്കുന്നത്. PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു പ്യുവർ റെസിസ്റ്റീവ് ലോഡ് ഉണ്ടെങ്കിൽ അതിന്റെ ലോഡ് എന്നാണ്. അതായത് താഴേക്ക് എടുക്കുന്നത് എന്ന് പറയുന്നത് നമുക്കൊരു മാക്സിമം വാല്യൂ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, താഴേക്ക് എടുക്കുന്ന വാല്യൂ ദിസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ്
or ഇത് എന്ന് പറയുന്നത് നമ്മളുടെ മാക്സിമം പോകാവുന്ന വാല്യൂ ആണ്. ബട്ട് പി ലോഡ് എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ ആണ്, നമ്മളുടെ കയ്യിലുള്ള സാധനത്തിന്റെ വാല്യൂ ആണ്. ഈ ഒരു റേഷ്യോനെയാണ് ശരിക്കും പറഞ്ഞാൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പി ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കേസുകളിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പി ലോഡിന്റെ വാരിയേഷൻ നമുക്ക് പറയാലോ. പി ലോഡ് ക്യാൻ ബി വാരിഡ് ഫ്രം വാട്ട്, ഒന്നെങ്കിൽ പ്യുവർ ഇൻഡക്റ്റീവോ പ്യുവർ കപ്പാസിറ്റീവോ, അപ്പൊ ആവറേജ് പവർ എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ലെങ്കിൽ ടു ദ എക്സ്ട്രീം, പോസിറ്റീവ് എക്സ്ട്രീം, നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ പ്യുവർ റെസിസ്റ്റൻസ് ആവും. അപ്പൊ മാക്സിമം എത്ര വരിക, പി ആർ തന്നെയാണ് കിട്ടുക അല്ലെ, പ്യുവർ റെസിസ്റ്റൻസ് ആകുമ്പോൾ. സോ ഇത് പ്യുവർ എൽ ഓർ സിയുടെ കേസാണ് ഞാൻ ഉദ്ദേശിച്ചത്, പ്യുവർ റെസിസ്റ്റൻസ്. എന്തായാലും ബിറ്റ്വീൻ ഈ രണ്ടും ആയിരിക്കും, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ പി ആർ. അപ്പൊ പവർ ഫാക്ടർ പോവാവുന്ന റേഞ്ചും എന്ത് തന്നെയാണ്. സോ ദ പവർ ഫാക്ടർ ക്യാൻ വാരി ഫ്രം വാട്ട് 0 to 1. അപ്പൊ 0 വരുന്നത് എപ്പോഴായിരിക്കും, നമ്മളുടെ പി ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കുമ്പോഴാണ്, ഈ പി ലോഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കുമ്പോൾ ദാറ്റ് മീൻസ് പ്യുവർ എൽ ഓർ സി. ഇത് എപ്പോഴായിരിക്കും, പി ലോഡ് എന്ന് പറയുന്നത് പി ലോഡ് ഈസ് ഈക്വൽ ടു പി ആർ ആവുന്ന കേസിലാണ്. ദാറ്റ് മീൻസ് പ്യുവർ റെസിസ്റ്റീവ്. ഓക്കെ, സോ അതാണ് നമ്മളുടെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ലോഡ് ഒരു ഇക്വാലന്റ് പ്യുവർ റെസിസ്റ്റീവ് ലോഡിനോട് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നതിന്റെ മെഷർ ആണ്. സോ ആസ് യു ക്യാൻ സീ ഫ്രം ദ എക്സ്പ്രഷൻ, it can be obtained as P load divided by PR, and this varies from 0 to 1. So ideally we expect our power factor to be 1. അതാണ് ഐഡിയൽ വാല്യൂ. അതായത് പ്യുവർ റെസിസ്റ്റീവ് ആവുക എന്നുള്ളത്, പ്യുവർ ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ പ്യുവർ കപ്പാസിറ്റീവ് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. സോ അഗൈൻ കൺക്ലൂഡിങ്, we can say that the power factor is a measure of the degree to which a given load matches that of pure resistance. നമുക്ക് കയ്യിലുള്ള ലോഡ് പ്യുവർ റെസിസ്റ്റീവ് ലോഡിനോട് എത്രത്തോളം മാച്ച് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ആസ് ആവറേജ് പവർ ഈസ് ആൻ ആവറേജ് ക്വാണ്ടിറ്റി, ദ എബോവ് ഇക്വേഷൻ ദാറ്റ് ഈസ് PF is equal to P load divided by PR is valid for any voltage and current wave shape. ഏത് വോൾട്ടേജും കറണ്ടും ഷേപ്പ് ആയാലും കുഴപ്പമില്ല, നമുക്കത് അപ്ലിക്കബിൾ ആണ്. നമ്മളുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു P load divided by PR. Okay, but here we are discussing about sinusoidal waveforms in electrical engineering. Okay, right. സോ നമുക്ക് ഇവിടെ വേണ്ടത് മെയിൻ ആയിട്ട് സൈനുസോയിഡൽ വേവ് ഫോം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കേസാണ് തൽക്കാലം പറയുന്നത്. അപ്പൊ നമുക്കൊരു ജനറൽ കേസ് എടുത്ത് അറിയാം. പി ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ ലോഡിന്റെ പി ലോഡ് എന്താ, പി ഐ കോസ് ഫൈയോ കോസ് തീറ്റ എന്താ വെച്ചാൽ പറയാം. ഇപ്പോൾ ഞാൻ കോസ് തീറ്റ എന്ന് എഴുതുക അല്ലെങ്കിൽ കോസ് ഫൈ എഴുതിയോണ്ട് അങ്ങനെ പറയുന്നു. സോ കോസ് ഫൈ ആണ്. അതേപോലെ പ്യുവർ റെസിസ്റ്റൻസ് നമുക്കറിയാലോ എന്താ, ഇറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് RMS വോൾട്ടേജ് ആൻഡ് കറന്റ്, ദാറ്റ് ഈസ് VI. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, പി പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു, പി കേസിൽ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക, I will obtain it as VI cos theta അല്ലെങ്കിൽ ഫൈൻ എഴുതാം, കോസ് ഫൈ എഴുതുന്നു തൽക്കാലം, VI cos phi divided by VI. So what happens, this VI will cancel out and you will obtain it as cos phi. So cos phi ആണ് പവർ ഫാക്ടർ അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടിയത്. ഏത് കേസിലാണ്, sinusoidal supply. അപ്പൊ അതൊക്കെ ഒരു കണ്ടീഷൻ ആണ്. ബട്ട് യൂഷ്വലി പീപ്പിൾ യൂസ് ടു സേ ദാറ്റ് whenever if you ask a question what is define a power factor, then well, since they simply say that it is a cosine of the angle between voltage and current. Actually it is correct, but it is correct only if the waveform is sinusoidal. Okay, so if we are discussing about the sinusoidal waveform, then only you can say that power factor is equal to cos phi. Basically power factor എന്താണ്, ഈ പറഞ്ഞ കാര്യമാണ്, ആക്ച്വൽ ലോഡ് റെസിസ്റ്റീവിനോട് എത്ര മാച്ച് ചെയ്തിരിക്കുന്ന ഒരു മെഷർ ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് ബേസിക്കലി യു വിൽ ഒബ്റ്റെയിൻ ദിസ് ആസ് കോസ് ഫൈ. അപ്പൊ അത് നമ്മൾ വേറെ കേസുകൾ ഓരോന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്കത് കിട്ടും, എന്താ, റിയൽ പവർ ബൈ അപ്പാരന്റ് പവർ എന്ന് കിട്ടും, റിയൽ പവർ ബൈ അപ്പാരന്റ് പവർ. ഓക്കെ, കാരണം എന്താ, കാരണം റിയൽ പവറിനുള്ള എക്സ്പ്രഷൻ ആണ് ഈ റിയൽ പവർ, അതായത് പി എന്നുള്ള റിയൽ പവറിനുള്ള എക്സ്പ്രഷൻ ആണ് എന്ത്, VI കോസ് ഫൈ എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ പി ലോഡ് എന്ന് പറഞ്ഞെടുത്തത്. അതേപോലെ അപ്പാരന്റ് പവർ എസിനുള്ള എക്സ്പ്രഷൻ ആണ് എന്താ, RMS വോൾട്ടേജ് ആൻഡ് കറന്റിന്റെ പ്രൊഡക്റ്റ്. ആ രീതിക്കും ഇതിന്റെ ഡെഫിനിഷൻ പറയാവുന്നതാണ്. ഓക്കെ, സോ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയാണ് പവർ ഫാക്ടറിനെ കുറിച്ച് എനിക്കിവിടെ പറയാൻ ഉള്ളത്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. പറഞ്ഞ നമ്മൾ ഇനീഷ്യലി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പവർ ഫാക്ടർ എന്താണ്, അതിനൊരു ഡെഫിനിഷനും ഒരു എക്സ്പ്രഷനും ഡിറൈവ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ എയിം. അവസാനം നമ്മൾ അവിടേക്ക് എത്തി. വി സ്റ്റാർട്ടഡ് വിത്ത്
analyzing a pure resistive circuit connected with a voltage supply V is equal to Vm sin omega t. Okay, then we moved on to what okay, so then we moved on to inductive, capacitive, then RL and RC. ഈ ഓരോ കേസുകളും നോക്കി അതിന്റെ പവർ അനലൈസ് ചെയ്തു, എന്നിട്ട് ആ നീഡ് പറഞ്ഞു, ഫൈനലി നമ്മൾ പവർ ഫാക്ടർ ഡിഫൈൻ ചെയ്തു, എക്സ്പ്രഷൻ പറഞ്ഞു. ഇത് ജസ്റ്റ് ഒരു അനാലജി ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പവർ ഫാക്ടറിന്റെ. അതായത് ഇപ്പൊ നമ്മൾ പവർ ഫാക്ടർ ഈക്വൽ ടു ഒരു എക്സ്പ്രഷൻ കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ, എന്താ P ഡിവൈഡഡ് ബൈ S, ദാറ്റ് ഈസ് റിയൽ പവർ ഡിവൈഡഡ് ബൈ S, ഓർ KW ഡിവൈഡഡ് ബൈ KVA. KVA എന്ന് പറഞ്ഞാൽ അപ്പാരന്റ് പവർ ആണ്, അപ്പാരന്റ് പവർ ആണ് KVA എന്ന് പറഞ്ഞാൽ. അതായത് S എന്ന് ഉദ്ദേശിക്കുന്നത്, അതേപോലെ റിയൽ പവറിനെയാണ് നമ്മൾ P എന്ന് ഉദ്ദേശിക്കുന്നത്. This is KVA and this is KW. അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് മാക്സിമം കിട്ടാവുന്ന എന്നാണ് ഉദ്ദേശം വരുന്നുള്ളൂ. ഇത് മാക്സിമം എന്നുള്ള അർത്ഥമേ വരുന്നുള്ളൂ. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഫുൾ അല്ലെങ്കിൽ ആക്ച്വൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ബിയർ മഗ്ഗാണ് കാണിച്ചിട്ടുള്ളത്, അപ്പൊ അത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഗ്ലാസ്. ഈ ഗ്ലാസ് മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ ബിയർ നമുക്ക് ഇതിൽ മൊത്തമായിട്ട് നിറയ്ക്കാം. നമ്മൾ മാക്സിമം വരാവുന്നത് അപ്പാരന്റ് പവർ KVA ആണ് ഇത്. പക്ഷെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിൽ എന്തുണ്ടാവും, പദ ഉണ്ടാവും, റിയാക്റ്റീവ് പവർ വരും, ഒരു റിയാക്റ്റീവ് കോമ്പണന്റ് വരും, യൂസ്ഫുൾ അല്ലാത്ത. ആക്ച്വൽ യൂസ്ഫുൾ പോർഷൻ ഈ താഴെ കാണുന്ന പോർഷൻ ആണ്. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി അവർ റിയൽ പവർ KW. അപ്പൊ ഈ നമുക്കറിയാലോ മാക്സിമം ഇതാണ് വേണ്ടത്, അതിൽ എത്ര കിട്ടി എന്നുള്ളതിന്റെ ഒരു മെഷർ ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു, പവർ ഫാക്ടർ എന്ന് പറഞ്ഞു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പവർ ഫാക്ടർ എന്ന് പറയുന്നത് ദിസ് KW ഡിവൈഡഡ് ബൈ KV ആണ്. ഓക്കെ, ഈ ഒരു കേസ് നോക്കി കഴിഞ്ഞാൽ പവർ ഫാക്ടർ കൂടുതലാണ്, കാരണം വേസ്റ്റേജ് കുറവാണ്. ഇതിൽ പവർ ഫാക്ടർ കുറവാണ്, വേസ്റ്റേജ് കൂടുതലാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പവർ ഫാക്ടർ. താങ്ക് യു.